ഹലോ ടീച്ചർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങാം. നമ്മുടെ കുട്ടികൾ ഇനി ജോയിൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെയും അതുപോലെ തന്നെ ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിൽ, ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെൽ എന്നിവയുടെ ഭാഗമായിട്ടുള്ള 9ാമത്തെ വെബിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ അനിത ജേക്കബ് ടീച്ചറാണ്. ടീച്ചർ നിലവിൽ MTA തൃശൂർ ലെക്ചർ ആണ്, സിവിൽ എഞ്ചിനീയറിംഗ് ലെക്ചറാണ്. ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ 23 വർഷത്തോളം ടീച്ചിങ് എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ റിസർച്ച് എക്സ്പീരിയൻസും ഉള്ള പേഴ്സൺ ആണ്. ടീച്ചർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്നാണ് ബിടെക്കും അതുപോലെ തന്നെ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ MTech NIT കാലിക്കറ്റിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 2013 MTech PhD NIT കാലിക്കറ്റിൽ നിന്നാണ് ടീച്ചർ കരസ്ഥമാക്കിയത്. അതുപോലെ തന്നെ KTUവിന്റെ പ്രസന്റ്ലി ഗൈഡ് റിസർച്ച് സ്കോളേഴ്സിന്റെ PhD ഗൈഡ് ആണ്. അതോടൊപ്പം തന്നെ KTUവിന്റെ ഡോക്ടറൽ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. ടീച്ചറിന്റെ റിസർച്ച് ആക്ടിവിറ്റീസിൽ 12.7 ലാഖിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ പ്രൊജക്ട് അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അത് മെയിനായിട്ട് KSCST ആണ് ഫണ്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ലാഖ് പ്രോജക്ട് ഫണ്ടും MG യൂണിവേഴ്സിറ്റിയുടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ജേണലുകളിലായിട്ട് 14 ജേണൽ പബ്ലിക്കേഷൻസ് ടീച്ചറിന്റെ പേരിലുണ്ട്. അതോടൊപ്പം തന്നെ 25 കോൺഫറൻസ് പ്രൊസീഡിങ്സും ടീച്ചറിന്റെ പേരിലുണ്ട്. അതുപോലെ ISTയുടെ ലൈഫ് ടൈം മെമ്പർ കൂടിയാണ്. അക്കാഡമിക് ആയിട്ടുള്ള അച്ചീവ്മെന്റുകൾ പറയുകയാണെങ്കിൽ ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് പേപ്പർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ലേഡി ടീച്ചർ അവാർഡ് 2024 അത് ടീച്ചറിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 26ഓളം FDPകളും അതുപോലെ തന്നെ സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ടീച്ചറിന്റെ നേതൃത്വത്തിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ടോപ്പിക് GISനെ കുറിച്ചാണ്. ടീച്ചറിന്റെ എക്സ്പീരിയൻസും ഈ മേഖലയിലുള്ള അറിവും നമുക്ക് ലഭിക്കുന്നതിനായി ടീച്ചർ വോളണ്ടിയർലി നമ്മുടെ ഈ ഒരു ഉദ്യമത്തിന്റെ ഭാഗമാകുകയും നമ്മുടെ പോളിടെക്നിക്കിന്റെ ഈ വെബിനാർ സീരീസിലേക്ക് വന്നതിൽ ടീച്ചറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന മറ്റ് അധ്യാപകർ, ബഹുമാനപ്പെട്ട HODമാർ, അതുപോലെ തന്നെ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ മറ്റ് കോളേജിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, അതുപോലെ എത്രയും സ്നേഹം നിറഞ്ഞ കുട്ടികൾ, എല്ലാവർക്കും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അനിത ടീച്ചറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ആറ്റിങ്ങൽ പോളി, മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഷൈൻ സാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ഈ ഒരു സെഷൻ ഷൈൻ സാറിന്റെ നേതൃത്വത്തിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബിനാർസ് 9ാമത്തെ വെബിനാർ ആണെന്ന് അറിയുന്നു. ഷൈൻ സാറിനെ കുറിച്ച് നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് സാറ് ഈ ഒരു ഓർഗനൈസിങ് എന്ന ലെവലിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചേലക്കര പോളിയിലായിരുന്നപ്പോഴും ധാരാളം വെബിനാർസ് അവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആറ്റിങ്ങൽ പോളിയിലും സാറ് അതേ മോഡ് പിന്തുടരുന്നു എന്നറിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇതിലേക്ക് പങ്കുചേരാനായിട്ട് സാധിച്ചതിൽ വലിയ സന്തോഷം. അതിന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ഓഡിയൻസ് ക്രോസ് സെക്ഷൻ എന്താണ്, ഇതിലുള്ള എല്ലാവരും സ്റ്റുഡൻസ് ആണോ അതോ പല ബ്രാഞ്ചിൽ നിന്നുള്ള കുട്ടികളാണോ എന്ന് ഒന്ന് അറിയാനായിട്ട് സാധിക്കുമെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതെ, നിങ്ങളുടെ ഫീൽഡ് ഏതാണ് എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. ക്യാൻ യു ചാറ്റ് ഇൻ ദ ബോക്സ്? ഓരോ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്
എന്നറിയാൻ വേണ്ടി. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇതിൽ ആക്ച്വലി അത് തന്നെയാണ് ഈ ഒരു ടോപ്പിക്കിന്റെ പ്രത്യേകതയും. ഇപ്പൊ ഞാനൊരു സിവിൽ ലെക്ചറർ ആണ്. അപ്പൊ എന്റെ ആദ്യത്തേക്ക് എന്റെ ധാരണ എന്ന് പറഞ്ഞാൽ GIS എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയേഴ്സിനുള്ള ഒരു ഭയങ്കരമായ ഒരു സോഫ്റ്റ്വെയർ ആണ് എന്നൊക്കെയായിരുന്നു എന്റെ ധാരണ. പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇതങ്ങനെ ആരുടെയും കുത്തകയല്ല, ഇത് ആക്ച്വലി എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോ അതിന്റെ ധാരണ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം പല ബ്രാഞ്ചിലുള്ള കുട്ടികൾ ഇതിലുണ്ട്. ഏത് ബ്രാഞ്ചിനും ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലും സ്ട്രീമിലുമുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾറെഡി കുറെ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, എങ്കിലും ഒരു ബേസ് ലെവലില് പരമാവധി ഒരു ബേസ് ലെവലില് പല സ്ട്രീമിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷേ അത് മുഴുവനായില്ല. ഏത് എഞ്ചിനീയറിംഗ് സ്ട്രീം എന്നല്ല, ഏത് സ്ട്രീമിനും ആർക്കും പല മേഖലകളിലും അപ്ലിക്കേഷൻ ഉള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പല മേഖലകൾ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആകാം, ഒരു സോഷ്യൽ വർക്കർ ആകാം, അല്ലെങ്കിൽ ഒരു മെറൈൻ എഞ്ചിനീയർ ആയിരിക്കാം, മെറൈൻ സയൻസ് പഠിച്ചവരായിരിക്കാം, അഗ്രികൾച്ചർ ആയിരിക്കാം, ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം, സ്പേസ് ആയിരിക്കാം. സയൻസ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല എന്നർത്ഥം. മേ ബി ഒരു ട്രക്ക് ഓപ്പറേറ്റർ ആയിരിക്കാം, ഒരു ലോജിസ്റ്റിക് കാര്യങ്ങൾ, അയാൾ ചരക്ക് വാഹനങ്ങൾ ചെയ്യുന്ന ഒരു ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന ഒരു ഷോപ്പർ ആയിരിക്കാം. അപ്പൊ ഇങ്ങനെ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ആർക്ക് വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ കുത്തക അവകാശം എന്ന് പറയാൻ പറ്റാത്ത ഒരു മേഖലയാണ് GIS എന്ന് പറയുന്നത്. അതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ആരുടെയും അല്ല, എല്ലാവരുടെയും ആണ്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാല് ഈ എല്ലാ ഇപ്പൊ പല പല ആക്ടിവിറ്റികൾ പറഞ്ഞല്ലോ, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, മേ ബി എൻവയോൺമെന്റലിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രേഡർ ആയിരിക്കാം, ഒരു സെൻസസ് എടുക്കുന്ന ഒരാളായിരിക്കാം, ഒരു സോഷ്യൽ സയൻസ് റിലേറ്റ് ചെയ്ത ആളായിരിക്കാം, ഹിസ്റ്റോറിയൻ ആയിരിക്കാം, എനിബഡി. അപ്പൊ ആരാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദാറ്റ് ഈസ് ആക്ടിങ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്, ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ, അല്ലെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പലരും പലതായിരിക്കും, ഫിലിം ഇൻഡസ്ട്രി ആയിരിക്കാം, പല കാര്യങ്ങളായിരിക്കാം ചെയ്യുന്നുണ്ടാവുക. ബട്ട് എവറിബഡി ഈസ് ഡൂയിങ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം. ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് ഇതിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം GIS എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ടേം തന്നെ കാണിക്കുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇസ് ദി ജിയോഗ്രഫി അല്ലെ. അപ്പൊ ജിയോ ദാറ്റ് യു മെൻ ബൈ എർത്ത്. അപ്പൊ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന, ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. നമ്മുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് GIS എന്ന് പറയുന്നത്. ഇതിലെ ഓരോ പാർട്ടിനെയും നമുക്ക് മനസ്സിലാക്കാം.
ഉണ്ട്. ഞാനിപ്പോ ഇതില് ആക്ച്വലി ഇവിടെ തുടങ്ങുന്നത് ഒരു പിക്ചറൊക്കെ വെച്ചിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്ന കുറെ കളർഫുൾ ആയിട്ടുള്ള ഒരു മാപ്പുകളൊക്കെ നിങ്ങൾക്ക് കാണാം അല്ലെ. ഇത് തന്നെയാണ് ഈ ഒരു സിസ്റ്റത്തിലുള്ള ഭൂമിയിലുള്ള കാര്യങ്ങളെയൊക്കെ നമ്മളൊരു ഭൂപടമാക്കി മാറ്റുന്നു. ആ ഭൂപടം വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യും. അതാണ് നമ്മളിവിടെ ചെയ്യുന്ന കാര്യം. ഈ ഒരു പ്രസന്റേഷൻ എനിക്ക് തോന്നുന്നു ഇനിയൊരു 5 ഈ ഒരു പ്രസന്റേഷൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ് GIS എന്നുള്ള ഒരു ബേസിക് ലെവലിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. GIS ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പുകൾ എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല. അൺലിമിറ്റഡ് അപ്ലിക്കേഷൻസ് ആണ്. സ്കൈ ഇസ് ദി ഓൺലി ലിമിറ്റ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ചുരുങ്ങി പോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചില അപ്ലിക്കേഷൻസ് എന്താന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ ധാരാളം അപ്ലിക്കേഷൻസ് ഉണ്ട്. ദെൻ എങ്ങനെ GIS സോഫ്റ്റ്വെയർ വെച്ച് വർക്ക് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഡെമോ ചെയ്യാം. ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു GIS നമ്മൾ ഈ ഒരു 34 അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റിൽ പറയുന്ന ഈ സംഭവം ആക്ച്വലി ഒരു 1 ഇയർ കോഴ്സോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവലിലോ നടത്തുന്ന ഒരു കോഴ്സാണ് ആക്ച്വലി. അതിനെയാണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത്. ഈ GIS നമുക്ക് 3 പാർട്ടുകളാണ് ഉള്ളത് അല്ലെ. ഇൻഫർമേഷൻ ഉണ്ട്, സിസ്റ്റം ഉണ്ട്. ഇത് ഓരോന്നും നമുക്ക് എന്താന്ന് അറിയാലോ അല്ലെ. ജിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാം. ജിയോഗ്രഫിക് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സർഫസുമായി ബന്ധപ്പെട്ട, അതുകൊണ്ടാണ് ഇത് ആർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണെന്ന് പറയാൻ കാരണം. റിലേറ്റ് ടു പൊസിഷൻ ഓൺ എർത്ത് സർഫസ് ആണ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കൊന്ന് ഇടയ്ക്കൊന്ന് ചാറ്റ് ചെയ്യാട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഉറങ്ങിപ്പോകും. ഇൻഫർമേഷൻ നമുക്ക് കുറെ പരിചയമുള്ള ഒരു ടേം ആണ്. സോ വാട്ട് യു മീൻ ബൈ ഇൻഫർമേഷൻ? വിവരങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. വിവരം ഒരു സോ ഇറ്റ്സ് ആക്ച്വലി എ ബിറ്റ് ഓഫ് ഡാറ്റ. ഒരു ജസ്റ്റ് ഒരു ഡാറ്റയാണോ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻഫർമേഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രോസസ്സ് ചെയ്യപ്പെട്ട, ഒന്ന് പരുവപ്പെടുത്തിയെടുത്ത അല്ലെങ്കിൽ ഒന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്ത ഡാറ്റേനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ദാറ്റ് ഈസ് കുറെ ഡാറ്റകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ മീറ്റ് തന്നെ എടുക്കാം. നമ്മൾ ഇരിക്കുന്നത് ഡിഫറെന്റ് ലൊക്കേഷൻസിലാണല്ലോ. ഭൂമിയുടെ പല സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷൻ ദാറ്റ് ഈസ് യുണീക്ക്. ഞാൻ ഇരിക്കുന്ന ഈ പോയിന്റിൽ വേറെ ആർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ. ഇറ്റ്സ് വെരി യുണീക്ക്. നിങ്ങൾ ഇരിക്കുന്ന പോയിന്റിൽ വേറെ ലോകത്ത് എന്നുള്ള സ്പേസിൽ എവിടെ എന്നുള്ള ഒരാളും ഇല്ല. സോ ദ പൊസിഷൻ ദാറ്റ് യു ഓക്യുപ്പൈ ഇസ് വെരി 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 യുണീക്ക്. അതേപോലെ മറ്റൊരു പോയിന്റ് ഇല്ല. ഇതാണ് ഈ ഒരു സിസ്റ്റം. ഈ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് GISനെ ഇത്രയും വെഴ്സറ്റൈൽ ആക്കിയത്. കാരണം ഒരു പർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾ ഭൂമിയുടെ സർഫസിൽ എടുത്താൽ ദാറ്റ് ഈസ് വെരി മച്ച് യുണീക്ക്. ഇനി ആ പോയിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒക്കെ ഡാറ്റ എന്ന് നമുക്ക് പറയാം. ആ പോയിന്റുമായി ബന്ധപ്പെട്ട കുറെ ഡാറ്റ ഉണ്ടായിരിക്കും. ആ ഡാറ്റയെ നമുക്ക് പല രീതിയിൽ ഉപയോഗപ്പെടുത്താം. അപ്പോഴാണ് അതൊരു ഇൻഫോർമേറ്റീവ് ആകുന്നത്. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ അനുമാനിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇൻഫർ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ വരുന്നു. ദെൻ ഇറ്റ് ബിക്കംസ് എൻ ഇൻഫർമേഷൻ അല്ലെ. അപ്പൊ ഇതാണ് പ്രത്യേകത. ഇനി ഇത് ഈ ഒരു കാര്യം ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും ഭൂമിയുടെ സർഫസിലാണ്. ഈ ഓരോ ആക്ടിവിറ്റിയും നടക്കുന്ന പൊസിഷൻ യുണീക്കാണ്. അതേപോലെ വേറെ ഒരു സ്ഥലവും വേറെ ഭൂമിയിൽ ഇല്ല. ആ യുണീക്ക് ആയിട്ടുള്ള സ്ഥലത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രോസസ് ചെയ്യുന്നു. ആ പ്രോസസ് ചെയ്യാൻ വേണ്ട സിസ്റ്റം, അതാണ് നമ്മൾ ടോട്ടലി GIS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് പ്രോസസസ് എ ഡാറ്റ ടു ഇൻഫർമേഷൻ. ഇപ്പൊ ഡാറ്റ എന്തൊക്കെയായിരിക്കാം? അപ്പൊ നമ്മള് ഒരു 10-15 പേര് ഈ ഗൂഗിൾ മീറ്റിന്റെ അകത്ത് ഉണ്ട്. വെർച്വലി നമ്മളൊക്കെ ഒരു റൂമിലാണ്, ഒരു മീറ്റിംഗ് റൂമിലാണ്. ബട്ട് ഫിസിക്കലി വി ആർ അറ്റ് ഡിഫറെന്റ് ലൊക്കേഷൻ. ഈ ഓരോ ലൊക്കേഷനിലും അതില്
ഏജ് ഉണ്ട്, എന്റെ പേരുണ്ട്, ഐ ഹാവ് എൻ അഡ്രസ്, ഐ ഹാവ് എ ഹൈറ്റ്, ഐ ഹാവ് എ കോംപ്ലക്ഷൻ. അങ്ങനെ ഈ ഒരു പോയിന്റിൽ ഒക്യുപ്പൈ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് കുറേ ഡാറ്റ അവൈലബിൾ അല്ലേ? എന്റെ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഏതാണെന്നുള്ളൊരു ഡാറ്റ ഉണ്ട്, എന്റെ ഫാമിലി എന്താന്നുള്ളൊരു ഡാറ്റ ഉണ്ട്, വാട്ട് ഇസ് ദ സാലറി ഐ ഹാവ്, ദാറ്റ് ഇസ് അനദർ ഡാറ്റ. സോ യു ക്യാൻ ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡാറ്റ വിത്ത് റെസ്പെക്ട് ടു ദ പോയിന്റ് വിച്ച് ഐ ഓക്യുപ്പൈ. അതേപോലെ നിങ്ങളിൽ ഓരോരുത്തർക്കും ധാരാളം ഡാറ്റ ആ പൊസിഷനിൽ, നിങ്ങൾ ഇരിക്കുന്ന ഒരു പൊസിഷനുമായി ബന്ധപ്പെടുത്തി ധാരാളം ഡാറ്റ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്കൊരു ഇൻഫർമേഷൻ വേണം. എന്ത് ഇൻഫർമേഷനാ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എത്ര എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട്? അങ്ങനെ ഒരു ക്വറി, ഐ വാണ്ട് ടു നോ ഹൗ മെനി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇതിൽ. ദെൻ ദാറ്റ് ബിക്കംസ്, അപ്പൊ ഈ ഡാറ്റയിൽ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ബ്രാഞ്ച് കൂടി നമ്മൾ ഒരു ഡാറ്റ ആയിട്ട് എടുത്തിട്ടുണ്ട്. ദാറ്റ് ഡാറ്റ ക്യാൻ ബി ഫിൽട്ടേർഡ് ഓർ അനലൈസ്ഡ് ഓർ ക്വറീഡ് ടു ഗെറ്റ് ദ ഇൻഫർമേഷൻ ദാറ്റ് ഐ വാണ്ട്. എനിക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താ? ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എത്ര പേര്? അപ്പൊ ഈ ഡാറ്റകളൊക്കെ പരിശോധിച്ചിട്ട് അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ മാത്രം കൗണ്ട് ചെയ്ത് ഒരു ഔട്ട്പുട്ട് തരണം അല്ലെ? അങ്ങനെ തരാൻ പറ്റുന്ന ഒരു സിസ്റ്റം, അതാണ് ഇപ്പൊ GIS. ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് GIS എന്ന് പറയുന്നത്. ഇത് GISനെ കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഒറിജിനേറ്റർ ഇദ്ദേഹമാണ്, മിസ്റ്റർ റോജർ ടോംലിൻസൺ ആണ് ഫാദർ ഓഫ് GIS, മോഡേൺ GIS എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് കനേഡിയൻ ജിയോഗ്രാഫർ ആണ്. അദ്ദേഹമാണ് ഈ ഒരു ആധുനിക രീതിയിൽ GIS ഉപയോഗിച്ചുകൊണ്ട് വളരെ വെഴ്സറ്റൈൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത്. കാരണം അദ്ദേഹത്തിന് കാനഡയിൽ അദ്ദേഹം ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. അവിടെയാണ് ആദ്യമായിട്ട് എൻറോൾ ചെയ്യുന്നത്, ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറുന്നത്. അവിടെ അദ്ദേഹത്തിന് കൊടുത്ത കെനിയയിലെ ഒരു പർട്ടിക്കുലർ അഗ്രികൾച്ചറൽ ടൈപ്പ്, ഒരു പർട്ടിക്കുലർ തരം മരം എവിടെ കൾട്ടിവേറ്റ് ചെയ്യണം, ഒരു സ്ഥലം കെനിയയിൽ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാനാണ് ഒരു ജിയോഗ്രാഫർ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിലേക്ക് പോസ് ചെയ്തൊരു പ്രോബ്ലം ജോയിൻ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് വന്ന ഒരു പ്രോജക്റ്റ് അതായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മൾ പറയാം, ഒരു 10-20-30 വർഷങ്ങൾക്ക് മുൻപാണ്. അന്നത്തെ കാലത്ത് ഈ ഒരു രീതി ചെയ്യാൻ കുറെ ടൈം എടുക്കും. എല്ലാം കെനിയയിലെ ഭൂപടം എടുത്ത് അവിടുത്തെ നമുക്കറിയാലോ, ഒരു കൃഷി ചെയ്യാന്ന് പറയുമ്പോൾ മണ്ണ് നന്നായിരിക്കണം, കാലാവസ്ഥ നന്നായിരിക്കണം, വെള്ളത്തിനുള്ള സാഹചര്യം ഉണ്ടാവണം, അതിന് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആവണം. അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട്. ഈ ഓരോ ഘടകങ്ങളുടെയും ഡാറ്റകളൊക്കെ ശേഖരിച്ച് ഈ മരം വളരാൻ പറ്റുന്ന ഒരു പ്രത്യേക ക്ലൈമറ്റും ഒരു പ്രത്യേക മണ്ണൊക്കെ വേണ്ടി വരുമല്ലോ. അതുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് വരണം. ഇത് മേ ബി ഒരു വർഷമൊക്കെ എടുക്കും ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടാനായിട്ട്. കാരണം ഓരോ കാര്യങ്ങളുടെയും ഇൻഫോർമേഷൻ ഇങ്ങനെ മാപ്പ് ചെയ്ത് ഇതെല്ലാം കൂടി നോക്കി ഏറ്റവും നല്ല ലൊക്കേഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. അപ്പൊ ഇദ്ദേഹമാണെങ്കിൽ ഇത്തിരി കമ്പ്യൂട്ടറിലേക്ക് കൂടുതൽ, കമ്പ്യൂട്ടറൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് കമ്പ്യൂട്ടേഷൻ ടെക്നിക്കിലൊക്കെ കൂടുതൽ താല്പര്യമുള്ള, അതിൽ PhD ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ജിയോഗ്രാഫർ ആയിരുന്നു. ഇദ്ദേഹമാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട്, കമ്പ്യൂട്ടേഷണൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കുറേം കൂടി വളരെ ഫാസ്റ്റർ ആയിട്ട് ഈ കാര്യങ്ങൾ, ഈ പ്രോസസ് ഓവർലേ ചെയ്യുന്ന ഈ പ്രോസസ് ഒക്കെ നടത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഒരു പ്രോഗ്രാം ഒക്കെ അദ്ദേഹമാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത്രയും ഒരു വർഷം കൊണ്ട് ചെയ്യേണ്ട പ്രോജക്റ്റ് ഇദ്ദേഹം ഒരു 2 or 3 വീക്സിനുള്ളിൽ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർമുലേറ്റ് ചെയ്തത് ഇദ്ദേഹമാണ് ആദ്യ ഘട്ടങ്ങളിൽ. ആ ഒരു സിസ്റ്റത്തിന്റെ ബാക്കപ്പ് തന്നെയാണ് ഇന്ന് കാണുന്ന പല GISകളും. അപ്പോ ഇതാണ് ഇദ്ദേഹത്തെ കുറിച്ച് നമുക്കിവിടെ ഓർക്കാനുള്ളത്. ഇനി ജിയോഗ്രഫിക് ഇൻഫർമേഷൻ, ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻ, GISലെ GI മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ, ജിയോഗ്രഫിക് അല്ലെങ്കിൽ ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻ. എന്താണ് അതിൻ്റെ അകത്തുള്ളത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇൻഫർമേഷൻ അബൌട്ട് പ്ലേസസ് ഓൺ ദി എർത്ത് സർഫസ്. നമുക്കറിയാം എർത്തിന്റെ ഓരോ പോയിന്റുകളെയും
ലൊക്കേറ്റ് ചെയ്യാനായിട്ട് കോർഡിനേറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ ഗ്രാഫിൽ ഒരു പോയിന്റ് പിക്ക് ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇത്ര ഇത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഗ്രാഫിൽ മാർക്ക് ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെ ഭൂമിയുടെ സർഫസിലും ഒരു പൊസിഷൻ മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഒറിജിൻ എവിടെയെങ്കിലും ഉണ്ടാവും. ആ ഒറിജിനിൽ നിന്ന് എത്ര എക്സ് കോർഡിനേറ്റ് എത്രയാണ്, ഈ ഡിസ്റ്റൻസ് എത്ര, ഈ ഹൈറ്റ് എത്ര, ഉയരമുണ്ടെങ്കിൽ സെഡ് എത്ര, അങ്ങനെ നമ്മൾ എക്സ് കോമ വൈ കോമ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡയമെൻഷൻസും പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് കൃത്യമായിരിക്കും. അപ്പൊ ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ഭൂമിയുടെ സർഫസിനെ പോയിന്റുകളെ ലൊക്കേറ്റ് ചെയ്യുന്നു. നോളജ് അബൌട്ട് വാട്ട് ഈസ് ലൊക്കേറ്റഡ് വേർ, ആ പോയിന്റിൽ എന്താണ് എന്നുള്ള ഇൻഫർമേഷൻ, അതാണ് ജിയോ സ്പേഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡിൽ നല്ലൊരു പിക്ചർ കാണുന്നുണ്ടായിരിക്കും. ആ പിക്ചറിലെ ഏറ്റവും അടിയിലെ ഒരു പിക്ചർ ഒന്ന് നോക്കി നോക്കൂ. ഒരു ഭൂമിയുടെ ഒരു പാർട്ട് മുറിച്ച് കാണിച്ചിരിക്കുകയാണ്, ഒരു ഭാഗം അല്ലെ. ഈ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കുറെ ബിൽഡിങ്ങുകൾ കാണാം, പിന്നെ കുറെ പുല്ല് മൈതാനങ്ങളൊക്കെ ഉണ്ട്, റോഡ് പോകുന്നുണ്ട്, ഇപ്പുറത്തൊരു പുഴയുണ്ട്, റിവർ ഉണ്ട്, ഈ സൈഡിലും വേറെ കുറെ ബിൽഡിങ്സ് എന്തൊക്കെയോ അങ്ങനെ കുറെ ഉണ്ട് അല്ലെ. പിന്നെ അതിന്റെ മണ്ണിന്റെ ഭൂമിയുടെ ലെവല് എങ്ങനെയാണ്, ചില ഭാഗങ്ങൾ ഉയർന്നിട്ടാണ്, ചില ഭാഗങ്ങൾ താഴ്ന്നിട്ടാണ്, അങ്ങനെയുള്ള ഭൂമിയുടെ അടിയിലേക്ക് ഡെപ്തും കൂടി കുറച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ജിയോഗ്രഫീനെ പല ലെയറുകളായിട്ട് മുകളിൽ പടങ്ങളായിട്ട് കാണിച്ചിരിക്കുക. അതാണ് GISന്റെ പിന്നിലുള്ള തത്വം. ഈ മൊത്തം ഉള്ള കാണുന്ന ടോട്ടലി വട്ട് എവർ യു ആർ ഫൈൻഡിങ് ഓൺ ദ എർത്ത് സർഫേസ്, that can be divided and made into different layers. Each layer will be talking about one single thing. For example പറയുകയാണെങ്കിൽ ഈ പടത്തിന്റെ തൊട്ട് മുകളിൽ ഒരു ജസ്റ്റ് ഒരു റെക്ടാങ്കുലർ മാപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ മാപ്പിൽ കുറെ കളർ കോഡുകൾ കാണാം, മാപ്പിൽ കുറെ സെല്ലുകൾ കാണുന്നുണ്ട്, പിക്സലുകൾ പോലെ. അപ്പൊ അതില് ചില സെല്ലുകൾക്ക് കുറച്ച് ഡാർക്ക് കളറാണ്, ചില സെല്ലുകൾക്ക് ബ്ലൂ കളറാണ്, ചില സെല്ലുകൾ ഗ്രീൻ കളറാണ്, ചിലത് കുറച്ച് ഓറഞ്ചിഷ് കളറാണ്. സോ ദേ ആക്ച്വലി ഇൻഡിക്കേറ്റ് ദ ലാൻഡ് യൂസേജ്. ആ ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, ആ പ്രദേശം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ഈ കളർ കോഡിൽ കാണിച്ചിരിക്കുകയാണ്. ബിൽഡിങ്ങുകൾ ഉള്ള സ്ഥലം ഒരു കളറില്, പുഴ ഒഴുകുന്ന ഭാഗം വേറൊരു കളറില്, ഫോറസ്റ്റ് ഒക്കെ ഉള്ള പ്രദേശം ഒരു കളറില്, അങ്ങനെ പല കളർ കോഡ് വഴി ആ ഭൂമിയുടെ ഉപയോഗം എങ്ങനെയാണ്, ലാൻഡ് എങ്ങനെയൊക്കെ ഉപയോഗപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ലെയർ ആയിട്ട് അതിന് മുകളിൽ വേറൊരു ലെയർ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചിങ്ങനെ വളഞ്ഞു പൊങ്ങി താണൊക്കെ നിൽക്കുന്ന ലെയറാ. വ്യത്യാസം കാണിക്കുന്ന ഒരു ലെയർ ഉണ്ട്. അങ്ങനെ അങ്ങനെ സ്ട്രീറ്റുകള്, റോഡ് എങ്ങനെയൊക്കെയാണുള്ളത് അതിന്റെ ഒരു ലെയർ ഉണ്ട്. ആൾക്കാരുടെ ലൊക്കേഷൻ കാണിക്കുന്ന ലെയറുകളുണ്ട്. സെയിം ഭൂമിയുടെ ഒരു പാർട്ടിനെ പല ഫോക്കൽ ഏരിയകളാക്കി മാറ്റി, ഫോക്കൽ ലെയേഴ്സ് ആക്കി മാറ്റിയിട്ടാണ് GISൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഡെമോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇതൊരു GISന്റെ തുടക്കകാലത്ത് നമ്മൾ പറഞ്ഞു റോജർ ടോംലിൻസൺ ആണ് ഫാദർ എന്ന് പറഞ്ഞാലും അതിനേക്കാളും കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ ഒരു ഭൂമിയുടെ ലൊക്കേഷൻ ബന്ധപ്പെടുത്തി സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചത് ഒരു ഡോക്ടറാണ്. നോട്ട് എൻ എഞ്ചിനീയർ, നോട്ട് എ സ്റ്റാറ്റിസ്റ്റീഷ്യൻ, നോട്ട് എ സോഷ്യൽ എംപ്ലോയർ, ബട്ട് ഹീസ് എ ഡോക്ടർ. അതാണ് മിസ്റ്റർ ജോൺ സ്നോ. ഫിസിഷ്യൻ ആണ്. ഇദ്ദേഹം ആക്ച്വലി കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇദ്ദേഹം സോഹോ എന്നുള്ള ലണ്ടനിലെ ഒരു ഗ്രാമം, ഒരു പ്രദേശം, ആ പ്രദേശത്ത് കോളറ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത്, കോളറ അസുഖം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു യൂറോപ്പില്. രാവിലെ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരാള് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ വളരെ സീരിയസ് ആയി 1-2 ദിവസത്തിൽ ചിലപ്പോൾ മരണപ്പെട്ടു പോകുന്ന, അത്രയും ഫാസ്റ്റ് ആയിട്ട് എഫക്ട് ചെയ്തിരുന്ന ഒരു എപ്പിഡമിക് ആയിരുന്നു കോളറ. അപ്പൊ ഇതിങ്ങനെ വളരെ പെട്ടെന്ന്, അതുവരെ ആ സ്ഥലത്ത്
ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് ഒരു ദിവസം ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുന്ന കണ്ടപ്പോ നാച്ചുറലി അത് എങ്ങനെയാണ് ഈ കോളറ പടരുന്നത് എന്ന് ആൾക്കാർക്ക് അത്ര അറിയില്ലായിരുന്നു. അന്ന് ശാസ്ത്രം അത് കണ്ടുപിടിച്ചിട്ടില്ല. സോ ദേ തോട്ട് ദാറ്റ് ഇറ്റ് മേ ബി ഡ്യൂ ടു എയർ. വളരെ വേഗം പടരുന്നു കാണുമ്പം എയർ ആണല്ലോ, കാറ്റ് വഴി അല്ലെങ്കിൽ വായു വഴിയായിരിക്കും കോളറ പടരുന്നതെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് ദിസ് പേഴ്സൺ മിസ്റ്റർ ജോൺസ്നോ ഹാസ് പ്രൂവ്ഡ് ഇറ്റ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ബൈ എയർ ബട്ട് ബൈ വാട്ടർ. വാട്ടർ ബോൺ ഡിസീസ് ആണ് അദ്ദേഹത്തിന്റെ ലിവർ വെച്ച് അടിച്ചടിച്ചടിച്ചാണ് വെള്ളം ആൾക്കാർ എടുക്കാറ്. അപ്പൊ ആ ലിവർ പമ്പ് വെല്ലുകൾ, വെൽ പമ്പുകളൊക്കെ എവിടെയാണ് അതേപോലെ തന്നെ എഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ്, രോഗികൾ എവിടെയൊക്കെയാണ്, കോളറ കാരണം മരണങ്ങൾ നടന്ന വീടുകളുടെ ലൊക്കേഷൻസും അദ്ദേഹം ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തു. ഇത് കണ്ട് മാർക്ക് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് there is a well pump, water pump. ഈ സെന്ററിൽ കാണുന്ന വാട്ടർ പമ്പ്, ഈ മരണപ്പെട്ട എല്ലാ ആൾക്കാരും ഈ പമ്പിൽ നിന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ചിലവര് സ്ഥിരമായിട്ട് വെള്ളം അവിടെ നിന്ന് ഉപയോഗിക്കുന്നവരാണ്, ചിലവര് മേ ബി യാത്രക്കിടയില് വെള്ളം ഈ പമ്പിൽ നിന്ന് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ പമ്പാണ് ആക്ച്വലി കോളറ പടർത്താൻ കാരണമായത് എന്ന് മനസ്സിലാക്കി. ഇതിന് വെള്ളം കുടിച്ചവർക്കാണ് മരണം നടന്നിരിക്കുന്നത്. അപ്പൊ ഇതേ ഈ ലിവർ പമ്പിന്റെ ലിവർ ഉണ്ടല്ലോ, വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിവർ ഊരി വെക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ലിവർ മാറ്റി വെച്ചു. ഏതാനും ദിവസങ്ങൾക്കകം ഇവിടുത്തെ കോളറ സബ്സൈഡ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നും അതൊരു മോണിമെന്റൽ ആയിട്ടൊരു റിമാർക്കബിൾ പോയിന്റ് ആയിട്ട് ഇന്ന് ലണ്ടനിലെ സോഹോ നഗരത്തിൽ ആ ഒരു പമ്പും അതിന്റെ ലിവർ മാറ്റി ഒരു വെച്ചിട്ടുണ്ട്. ഒരു ഐറ്റമായി അവിടെ ഫ്രൂട്ട്സ് തന്നെ മാറ്റി വെച്ചത്. പിന്നെ ഞാൻ കണ്ടുപിടിച്ച എന്താന്ന് വെച്ചാൽ പമ്പ് ആക്ച്വലി ഈ ഒരു കിണറിലേക്ക് വെള്ളം, ആ കിണറിലേക്ക് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലീക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സെപ്റ്റിക് ടാങ്കിൽ കൂടെ ആ വെള്ളം മലിനമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലില് അടുത്ത റീസെന്റ് ആയിട്ട് ഒരു ചെറിയൊരു കുട്ടി, കോളറ ബാധിച്ച ഒരു കുട്ടിയെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ക്ലീനിങ്ങിന്, കുട്ടിയുടെ ഡയപ്പർ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ ഈ സെപ്റ്റിക് ടാങ്ക് വഴി ആ സെപ്റ്റിക് ടാങ്ക് വന്നു നിന്ന് ഈ വെള്ളം അടിക്കുന്നതാണ്. ആണ് ടോട്ടലുള്ള മാപ്പ് വഴി ഒരു അനാലിസിസ് നടത്തിയത്. സോ ഹിയർ വി ആർ സീയിങ് എ GIS അനാലിസിസ് ആണ് ആക്ച്വലി ഈ ഒരു കമ്പ്യൂട്ടർ ബേസ് ഒന്നും വരുന്നതിന് മുൻപ് അദ്ദേഹം നടത്തിയത്. ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഫാസ്റ്റായിട്ടും ഇതിലേക്ക് ബിഗ് ഡാറ്റ ഇഫ് യു ഹാവ് കുറെ സമയത്തെങ്കിൽ അത് വളരെ അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കമ്പ്യൂട്ടേഷൻ ടെക്നിക്കുകൾ വന്ന കമ്പ്യൂട്ടർ. ഇതാണ് GIS. ഇതിൽ നമുക്കുള്ള കോമ്പോണൻസ് നമുക്ക് പറയാം. മാപ്പ്, ഭൂമിയുടെ പൊസിഷൻ കാണിക്കുന്ന ഒരു പടമാണ് മാപ്പ്. പിന്നെ കുറെ ഡാറ്റ ഉണ്ടായിരിക്കും, ഒരു സിസ്റ്റം ഉള്ളതാണ്. അപ്പൊ ഇതിന് ആൾക്കാർ GIS നമ്മൾ പറഞ്ഞപ്പോ പല രീതിയിൽ ഇതിനെ ചെയ്തിട്ടുണ്ട്. ഡെഫിനേഷൻ കുറച്ച് കാര്യമായിട്ട് ഇതിനെ കുറിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ സിസ്റ്റത്തിന് എന്ന രീതിയിലാണ്. അതിന് കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ക്യാൻ സ്റ്റോർ ഡാറ്റ, റിട്രീവ് ഡാറ്റ, ട്രാൻസ്ഫോം ഡാറ്റ ആൻഡ് ട്രേഡ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഒരു സിസ്റ്റത്തിന് കാണിച്ചു തരാൻ പറ്റും. ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും ആവശ്യമായ റിട്രീവ് ചെയ്യാനും അതിനെ മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ സിസ്റ്റം എന്നതാണ് എന്റെ ഒരു ഫിനിഷ്. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് GIS. എന്നുള്ളതാണ്. ആണല്ലേ സിസ്റ്റം എന്താണ്? കോമ്പോണൻസ് വേണം, പല കാര്യം ചേർന്ന് നമ്മളാണ് സിസ്റ്റം. സോ ഓരോ കോമ്പോണൻസ് ആവശ്യം, അതിന് വേണ്ടുന്ന ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡാറ്റ അത് വർക്ക് ചെയ്യാനുള്ള ടെക്നോളജി നമ്മുടെ ടെക്നോളജി ആയിട്ട് GIS-ലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പിന്നെ അതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. നമ്മൾ പറഞ്ഞു ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന, ആർക്കും അവരുടെ ഫീൽഡിൽ അപ്ലൈ ആവുന്നതാണ് GIS. എന്നാൽ ഈ
can store it, we can do query. GIS-ലേക്ക് നമ്മളൊരു ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ ഈ ഡാറ്റ വെച്ചുകൊണ്ട് ഒരു ഇൻഫർമേഷൻ തിരിച്ചു തരും. അതാണ് ഒരു ഡിസ്പ്ലേ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു രീതിയിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് തരാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ അത് ഡിസ്പ്ലേ ചെയ്ത് തരും. ചിലപ്പോൾ നമുക്ക് പിക്ടോറിയൽ ആയിരിക്കും പിക്ചേഴ്സ് ഗ്രാഫ്സ് എക്സെട്ര. ചിലപ്പോൾ ഡാറ്റയിൽ പോയാൽ റിപ്പോർട്ട് ആയിട്ട് വിൽ ഗിവ് യു റിപ്പോർട്ട്. അങ്ങനെ പല രീതിയിലുള്ള ഔട്ട്പുട്ടുകൾ നമുക്ക് തരും. അതാണ് GIS-ന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ചെയ്യുന്ന പണികൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാവുമ്പോൾ ഇതിന്റെ ഒരു ചെറിയൊരു ഫസ്റ്റ് പാർട്ടാണ് ഇപ്പൊ കഴിഞ്ഞത്. ഈ ഒരു സെക്ഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്വറി ചെയ്യാമോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സെക്ഷനിൽ പോകാം. സ്റ്റുഡൻസിന് പറഞ്ഞ രീതിയിൽ മനസ്സിലായോ? അതോ കറക്റ്റായി ഒന്നും വന്നില്ല? ടീച്ചർ ഇതുവരെ മനസ്സിലായിട്ടോ? ടീച്ചർ ടോപ്പിക്കിലേക്ക് കടക്കും. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഡാറ്റ, ഭൂമിയുമായി ബന്ധപ്പെട്ട ഡാറ്റ, അതേപോലെ കുറെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാന്ന് പറഞ്ഞു. അത് ഏതൊക്കെ രീതിയിലുള്ള ഡാറ്റയാണ് കൊടുക്കാവുന്നത് എന്നുള്ളതാണ് അടുത്ത പാർട്ട്. പഠിക്കുന്ന ആൾക്കാർക്ക് അത് കറക്റ്റ് പറയാനായിട്ട് സാധിക്കും. രണ്ട് നേച്ചർ ഡാറ്റയാണ് GIS-ല് സിസ്റ്റം ഉപയോഗിക്കുന്നത്. രണ്ട് നേച്ചർ ഓഫ് ഡാറ്റയാണ്. സ്പേഷ്യൽ ഡാറ്റ, ആട്രിബ്യൂട്ട് ഡാറ്റ. ലൊക്കേഷൻ നമ്മൾ അറിയുന്ന പോയിന്റ് ലൊക്കേഷൻ സ്പേസ് എവിടെയാണ് കാണിക്കുന്ന ഇൻഫർമേഷൻ, അതാണ് അബ്സല്യൂട്ട് റിലേറ്റീവ് ലൊക്കേഷൻ കാണിക്കുന്ന ഡാറ്റ. അപ്പൊ നമുക്കറിയാം ലൊക്കേഷൻ നമ്മൾ എങ്ങനെ കൊടുക്കാം? കോർഡിനേറ്റുകളായിട്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു ഡാറ്റ, അതാണ് ഒരു ടൈപ്പ് ഓഫ് ഡാറ്റ. ജിയോഗ്രഫിക്കൽ ഡാറ്റ, ജിയോഗ്രഫി പൊസിഷൻ എവിടെയാണെന്ന് കാണിക്കുന്ന ഡാറ്റ. ആ ലൊക്കേഷനെ കുറിച്ച് പറഞ്ഞു കുറെ അധികം മറ്റ് ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാം, ഡാറ്റകൾ നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞു. That describe the characteristics of a location. ആ ലൊക്കേഷൻ ഓക്യുപ്പൈ ചെയ്യുന്ന കുറെ അധികം മറ്റ്